ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ദൈവമക്കളെ, നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഓരോ ദിവസവും നമ്മുടെ ബോധം വരുത്തുന്ന, നമുക്ക് വളരെ പരിജ്ഞാനം പകർന്നു തരുന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ചിന്തകളും നമ്മെ നടത്തേണ്ടുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ദൂതുകളും ഓരോ ദിവസവും അല്പാൽപസമയം കൊണ്ട് അനുദിനവും നൽകിത്തരുന്ന ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട്, ദൈവമക്കളാവുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ആത്മീക വചനം കേൾപ്പാൻ കാണിക്കുന്ന താല്പര്യം ദൈവസന്നിധിയിൽ ദൈവനീതിയായി കണക്കിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ, വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ മനതാരിൽ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ദൈവിക ചിന്ത ഒരു തിരുവെഴുത്തിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശു അവരോട്, എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും നിങ്ങളോട് ഇപ്പോൾ ഇത് പറയുന്നില്ല എന്ന് യേശു പറഞ്ഞു. യേശു നിഷേധാത്മകമായിട്ട് ആരോടും ഒരു ചോദ്യത്തിനും അങ്ങനെ യുക്തി കൊണ്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരാളല്ല. എത്രയോ ചോദ്യങ്ങൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചിരിക്കുന്നു, പരീശന്മാർ ചോദിച്ചിരിക്കുന്നു, കൂടെ നടന്നവർ ചോദിച്ചിരിക്കുന്നു, പുരുഷാരം ചോദിച്ചിരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയുന്നവനാണ്. കർത്താവല്ലാതെ പിന്നെ ആരാണ് മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത്? എൻ്റെ നിങ്ങളുടെയും ഏത് ആകുലതയും ഏത് വേദനയും ഏത് ഭാരവും ഏത് ചോദ്യവും ചോദിക്കാൻ പറ്റിയ ഏക കക്ഷി കർത്താവ് തന്നെയാണ്. ഇന്നും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവേ എന്നുള്ള ചോദ്യം, എൻ്റെ ദൈവമേ ഇത് എത്രത്തോളം ഞാൻ സഹിക്കേണ്ടി വരും എന്ന ചോദ്യവും, ഇതെല്ലാം ചോദിക്കേണ്ടത് കർത്താവിനോടാണ്. പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വേദനപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സ്വർഗസ്ഥനായ ദൈവം ഉത്തരം പറയും. ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. ഭംഗിയായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നവനാണ് കർത്താവ്. പക്ഷേ ഇവിടെ കർത്താവ് മറുപടി പറയാതെ ഒരു നിഷേധാത്മകമായ രീതിയിൽ യേശു ഇങ്ങനെ പറഞ്ഞു നിർത്തുക, ഞാനും ഇപ്പം നിങ്ങളോട് ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി. ആ വിഷയം ഒന്ന് കണ്ണു തുറക്കാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുക. ഈ ചോദ്യം മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയുമാണ്. ശാസ്ത്രിമാരും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരുമായി യേശുവിൻ്റെ അടുക്ക വന്നു എന്നാണ് 20-1 വായിക്കുന്നത്. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ എല്ലാ ദിവസങ്ങളും ജനത്തെ ഉപദേശിച്ചു പോന്നു എന്ന് 19-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യത്തിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും യേശുക്രിസ്തു ദൈവാലയത്തിൽ ചെല്ലും, ആളുകളോട് ഓരോ ദിവസവും ഉപദേശിക്കും. എങ്ങനെ ജീവിക്കണം, അതാണല്ലോ ഉപദേശം. എങ്ങനെ ദൈവത്തെ ഭയപ്പെടണം, എങ്ങനെ ആയിരിക്കണം ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കാൻ, ഇത് യേശു ഉപദേശിക്കുക. പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ അടുത്ത് ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നു, ഇതെന്ത് അധികാരം കൊണ്ടാണ് ഈ ദൈവാലയത്തിൽ കയറി ഈ പണിയൊക്കെ കാണിക്കുന്നത്? ഇതെന്തധികാരം കൊണ്ട്? ആരാ നിനക്ക് അധികാരം തന്നത്? ഇവിടെ വന്ന ജനത്തെ നിനക്ക് ബോധിച്ചതൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആരാ ഈ അധികാരം തന്നത് എന്നതായിരുന്നു യഹൂദന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ചോദ്യം. അതിന് യേശു പ്രകോപിതനായില്ല, മുട്ടായുക്തി പറഞ്ഞില്ല. യേശുക്രിസ്തു അവരോട് സഭ്യമായി ചോദിച്ചു. വളരെ തിളച്ച് ചൂടായി നിൽക്കുന്ന മഹാപുരോഹിതനും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായിരിക്കുന്ന ആളുകളോട് കർത്താവ് ചോദിച്ചു. അതിനുത്തരമായി അവൻ, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കാം, അതെന്നോട് പറയുവീൻ. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായതെന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചിട്ട്, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകനെ ഉറച്ചിരിക്കെ കൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട്, എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്നുത്തരം പറഞ്ഞു. കേട്ടെ കർത്താവ് ഇവർ ചോദിച്ച ചോദ്യത്തിനൊരു മറുചോദ്യം കൊണ്ട് ഉത്തരം പറയുക.
യേശു പറഞ്ഞ ഞാനും 5-6 ചോദ്യം ചോദിക്കാമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുത്തരമായിട്ട് അവൻ, ഞാൻ നിങ്ങളോടൊരു വാക്ക് ചോദിക്കാം, അത്രയേ ഉള്ളൂ. അല്ല, ഈ ചോദ്യം കൊണ്ട് അവരെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചില്ല. ഉത്തരം പറയാൻ മറുചോദ്യം ചോദിക്കുക. അങ്ങനെ ഒരു ശൈലിയുണ്ട് ചോദ്യോത്തരത്തിൽ, സംശയ നിവാരണത്തിൽ മറുചോദ്യം ചോദിച്ച് കക്ഷികളുടെ സംശയ നിവാരണം നടത്തുക. അങ്ങനെ സ്കൂൾ അധ്യാപകർക്കൊക്കെ അറിയാം, വിദ്യാർത്ഥികളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കും. ഇതുപോലെ യേശുക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് അധികാരം തന്നത് ആരാണ്? ഞാൻ ഇവിടെ കയറി ആളുകളെ ഉപദേശിക്കാനുള്ള അവകാശം എന്താണ്? നീ ഇതൊക്കെയല്ലേ ചോദ്യം. അതിന് ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരമായിട്ടായി ചോദ്യം, അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. യോഹന്നാൻ സ്നാപകൻ ഇവിടെ വന്നു, നിങ്ങളുടെ കൂടെയുള്ള വലിയൊരാളാണല്ലോ. അവൻ ആളുകളെല്ലാം സ്നാനപ്പെടുത്തി. ഈ സ്നാനം ഉയരത്തിൽ നിന്നാണോ, അഥവാ ദൈവം പറഞ്ഞിട്ടാണോ, അതെയോ യോഹന്നാൻ്റെ തന്നിഷ്ടമാണോ? ഇതായിരുന്നു ചോദ്യം. പെട്ടെന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തമ്മിൽ പറഞ്ഞ് നിരൂപിച്ചിട്ട് പറഞ്ഞു, ഇവൻ ചില്ലറക്കാരനല്ല, സ്വർഗത്തിൽ നിന്നാണ്, സ്വർഗീയ നിയോഗത്തോടെയാണ് യോഹന്നാൻ വന്ന് സ്നാനം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചു ചോദിക്കും, എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ച് വിട്ടിട്ട് നിങ്ങളെന്താ അത് അംഗീകരിക്കാതിരുന്നത്? നിങ്ങളെന്താ അവനെ തള്ളിക്കളഞ്ഞേ എന്ന് ചോദിക്കും. അതല്ല, അവൻ്റെ ഇഷ്ടപ്രകാരം ഭൂമിയിൽ നിന്ന് അവൻ എന്തൊക്കെ വന്ന് കാണിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ ജനമെല്ലാം ഈ സത്യം അറിഞ്ഞ അവൻ്റെ പക്ഷത്താണ്. അതുകൊണ്ട് ജനം വലിയ പ്രകോപനം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവരൊരു മറുപടി ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ, അതെന്താണെന്നറിയില്ല കർത്താവേ, ഞങ്ങളത്ര ചിന്തിച്ചിട്ടില്ല കർത്താവേ, ഞങ്ങൾക്കറിയില്ല, എവിടെ നിന്നറിയില്ല എന്ന് വളരെ തന്ത്രപരമായി, എവിടെ നിന്നോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറയും. പെട്ടെന്ന് യേശു പറയാം, അങ്ങനെയാണെങ്കിലേ ഞാനും എന്തധികാരം കൊണ്ടാണിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു മുഖത്തടിച്ച പോലത്തെ മറുപടി ആയില്ലേ? അങ്ങനത്തെ ഒരു മറുപടി അല്ലല്ലോ പ്രതീക്ഷിച്ചത്. എന്താ കാര്യം? ഞാനത് പറഞ്ഞുകൊണ്ട് നമ്മളോടിത് ഇന്ന് രാവിലെ പറയാനുള്ള കാരണം ഞാൻ പറയാം. യേശു അവരോട് ആ വിധത്തിൽ ഒരു മറച്ചു വെച്ച് ഉത്തരം പൂർണ്ണമാകാതെ, അഥവാ ഉത്തരം പറയാതെ അവരെ വിടാൻ കാരണം, അവർക്കറിയാം ഉത്തരം, മറുപടി അറിയാം. യോഹന്നാൻ ആരാണെന്നും യോഹന്നാൻ്റെ സ്നാനം ആര് പറഞ്ഞിട്ടാണെന്നും അതെന്തിനാണെന്നും എല്ലാം അറിയാം. അറിഞ്ഞിട്ടും ഇവരറിയാത്തവരെ പോലെ ഇവരൊരു വർത്താനം പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് പിടിയില്ല. അറിയാൻ വയ്യാത്ത കൊണ്ടല്ല, അറിയാം. അപ്പം അറിയാം എന്നിട്ടറിയാൻ വയ്യാത്ത പോലെ നടിച്ചാൽ, ഇനി ഞാൻ പറഞ്ഞ കേട്ടോളണം, നമ്മുടെ ചോദ്യത്തിനും കർത്താവ് പറയും ഇപ്പം തൽക്കാല ഉത്തരം ഇല്ല. ഞാനിത് വായിച്ചപ്പോഴേ, ഈ പാരഗ്രാഫ് വായിച്ചപ്പോഴേ, ഇന്ന് രാവിലെ അനുദിന ചിന്തയിൽ ഇന്ന് പറയാനുള്ള പ്രേരണ ഉണ്ടായതെന്നാണെന്നറിയാം. എന്നെ കേൾക്കുന്ന നമുക്ക് പല കാര്യങ്ങളും അറിയാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മളീ പലരും മണ്ടം കളിക്കുക. നമുക്ക് ഉത്തരം അറിയില്ല എന്ന് നമ്മൾ ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങളുടെ വേര് തപ്പിപ്പിടിക്കുന്നവരാ. നമുക്കറിയില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. കാരണം നമുക്ക് പല കാര്യവും അറിയാം. സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് ഒരു പെഗ്ഗടിച്ചാൽ ദൈവം കോപിക്കുമെന്നറിയാം. നമ്മൾ ഈ മുറുകെ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്നറിയാം. ഇപ്പം കൊണ്ടു നടക്കുന്ന ഈ കേസ് കെട്ട് ദൈവത്തിന് ഇഷ്ടം, ഇതെല്ലാം നമുക്കറിയാം. അറിയാൻ വയ്യാത്ത കൊച്ചു ഉള്ളയൊന്നുമല്ല. നിങ്ങൾക്കറിയാം. അറിയാം എന്നിട്ടും അറിയാത്തവനെ പോലെ നടന്നാൽ, അറിയാം എന്നിട്ടും അറിയാപിള്ള ചമഞ്ഞാൽ നിൻ്റെ വിലപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം മുടങ്ങും കേട്ടോ. നീ കരഞ്ഞുകൊണ്ട് നടക്കുക, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാത്ത എന്താ, എൻ്റെ കടം തീരാത്ത എന്താ, അയ്യോ എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ സംഭവിച്ച എന്താ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചോദ്യം. മഹാപുരോഹിതൻ്റെ ചോദ്യം നിനക്കിൻ്റെ അധികാരം ആരാന്നുള്ളതാണ്. നമുക്ക് വേറെ ചോദ്യമായിരിക്കും യേശുവിനോട്. ചോദ്യം എന്താണെങ്കിലും, ചോദ്യകർത്താവ് ആരാണെങ്കിലും, ചോദിക്കുന്ന ആളോട് മനസ്സറിഞ്ഞേ മറുപടി പറയുള്ളൂ. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് വെളിപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇതല്ല സത്യ ആരാധന, ഈ രീതിയല്ല ദൈവം ആഗ്രഹിച്ചത്,
ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മളിൽ പലരുടെയും മനസാക്ഷിക്കകത്തുണ്ട്. പക്ഷെ നമ്മൾ ആരെയൊക്കെയോ മറിക്കുക, നമ്മൾ ആരെയൊക്കെയോ ഭയപ്പെടുകയാണ്. നമ്മൾക്കറിയാവുന്ന സത്യം പോലും നമ്മളിങ്ങനെ ഉരുണ്ട് കളിക്കുക. അങ്ങനെ കളിച്ചാലുള്ള കുഴപ്പം എന്നാണെന്നറിയാം. എന്നോട് കർത്താവ് പറയുന്നത് കേട്ടോ, ഞാനിതിപ്പോൾ വേറെ ആരും എഴുതി വെച്ചിരിക്കുന്ന വായിച്ച് വയ്പ്പിക്കുകയല്ല. ഞാൻ രാവിലെ ധ്യാനിക്കുമ്പോൾ സ്വർഗ്ഗം എന്നോട് പറയുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ സത്യങ്ങൾ അറിയാത്തവരെ പോലെ നടന്നാൽ നീ ചോദ്യവുമായിട്ട് തിരുസന്നിധി ചെല്ലുമ്പോൾ കർത്താവ് വ്യക്തമായി മറുപടി പറയില്ല. ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണ്ടേ ദൈവസന്നിധിയിൽ നിന്ന്? ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തിന് മുമ്പിലുണ്ടല്ലോ. കർത്താവേ, എപ്പോഴാണ് കർത്താവേ, എങ്ങനെയാണ് കർത്താവേ, എനിക്കൊരു നന്മ, ഈ ചോദ്യങ്ങളൊക്കെ കർത്താവിനോടല്ലേ ചോദിച്ചേ. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കിട്ടണമെങ്കിൽ അറിഞ്ഞിടത്തോളം സത്യങ്ങൾ മറച്ചു വയ്ക്കാതിരിക്കുക. സത്യസന്ധമായി എനിക്ക് മനസ്സിലായി, ഇത് ദൈവം പറഞ്ഞിട്ടാണ്, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്, ഇത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ്, എനിക്കത് മനസ്സിലായി എന്ന് കൃത്യമായി മറുപടി പറ. അപ്പം നിൻ്റെ ചോദ്യത്തിനും കൃത്യമായ മറുപടി കർത്താവ് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സത്യം അറിഞ്ഞിട്ടും നാം അതിനെ മറിക്കുമ്പോൾ നാം അറിയേണ്ട പല സത്യങ്ങളും കർത്താവും മറിക്കും. കണ്ണിന് ഇരുട്ട് കയറി പോലെയാവും. യെരൂശലേം പട്ടണത്തോട് പറഞ്ഞതുപോലെ നിൻ്റെ സമാധാനത്തിനുള്ളത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയണം, നമുക്ക് നേടണം, നമുക്ക് ജയിക്കണം, നമുക്ക് ശത്രു മുമ്പിൽ തലകുനിക്കാതെ നിൽക്കണം. അതിന് സ്വർഗം തന്നെ മറുപടി തരണം. ആ മറുപടി ഇനി താമസിക്കാതിരിപ്പാൻ അറിഞ്ഞ സത്യങ്ങൾക്ക് നാം സത്യസന്ധരായി ആ പക്ഷത്ത് നിൽക്കുക. അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെളിപ്പെടുത്ത്. ബാക്കി ദൈവം ചെയ്യട്ടെ. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അടിയൻ്റെ ഈ വചനം കേൾക്കുന്ന ആരും ആ ഗതിക്കാരാകല്ലേ അപ്പ. അറിഞ്ഞ സത്യം ആരോടും പറയാൻ, അതിൻ്റെ പക്ഷത്ത് നിൽക്കാൻ, അതിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. അതെവിടെയും പറയാനുള്ള ആർജവം ഞങ്ങൾക്ക് തരണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിനും സ്വർഗം മറുചോദ്യം കൊണ്ടും ഉത്തരം മുട്ടിക്കുന്ന ചിന്ത കൊണ്ടുമല്ല, നിർമ്മലമായ മറുപടികൾ തരുമെന്ന് വിശ്വസിക്കുന്നു. സ്വർഗമത് ചെയ്യുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ.